ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഹിൽ ഹെറിറ്റേജിൽ ഒരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹിൽ ഹെറിറ്റേജ് രാമനാട്ടുകരയാണ് കേട്ടോ. അപ്പം അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം പിന്നെ ഞങ്ങൾ അവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റിലും ഹെറിറ്റേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതുണ്ടായിരുന്നു. ചെടികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ കല്യാണത്തിന് പോകുന്ന എല്ലാ ഓഡിറ്റോറിയങ്ങളിലും ഇത്തരം കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാർ പാർക്കിങ്ങും പിന്നെ കുറച്ച് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഭാഗത്ത് ഗാർഡനും അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് വിശാലമായ സ്ഥലമാണ് കേട്ടോ. ഒരു ഹിൽ ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക് ചെറുതായിട്ട് അങ്ങനെ ഒരു കയറ്റമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഹെറിറ്റേജ് ഉള്ളത്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നതല്ലേ, നമ്മൾ എപ്പോഴും ഒന്നും ഇപ്പം ഇവിടെ നമുക്ക് വിവാഹം ഉണ്ടായിക്കൊള്ളണം അല്ലെങ്കിൽ നമ്മളതിൽ പങ്കെടുത്തോളണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പകർത്തിയതാണ്. നല്ല മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ അവിടുന്ന് പകർത്തി. അപ്പോൾ ഈ വാട്ടർഫാൾസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നിക്കും കേട്ടോ. ചെടികളൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ ചട്ടികളിലും പിന്നെ കുറേ അവിടെ നിലത്ത് തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുൽ മൈതാനം എന്ന് പറയും പോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ കാണാനുണ്ട്. അങ്ങനെ നമുക്ക് എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. പേര് പോലെ തന്നെ ഹിൽ ഹെറിറ്റേജ് എന്നുള്ള ഇട്ട പേര് പോലെ തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും. ഇതൊക്കെ കാണാനും ഞാൻ ഈ വീഡിയോയിൽ എടുത്ത പോലെയൊന്നും അല്ല കേട്ടോ. അത് അവിടെ നിന്ന് നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭംഗി തോന്നിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഗുഹയ്ക്കകത്തു നിന്ന് വെള്ളം വന്ന് വീഴുന്നത് പോലെയൊക്കെയുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അത്രയൊന്നും മനസ്സിലാവില്ല. പക്ഷെ നിന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ മനോഹാരിത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ചകളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനി എപ്പോഴാണ് അവിടെ ഒരു കല്യാണത്തിന് നമ്മൾ പോകുകയെന്നൊന്നും അറിയില്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വിവാഹം ആയതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലായതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അടുത്ത പ്രദേശത്തൊക്കെ അല്ലേ നമ്മൾ ബന്ധുക്കളുടെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ പോകാറുണ്ടാവുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു സന്ദർഭമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും എനിക്കും വളരെയധികം ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചും കൂടെയൊക്കെ അധികം വീഡിയോസ് പകർത്തിയതാണ്. ഇപ്പോൾ കല്യാണ വീഡിയോ 2 ദിവസമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള പ്രകൃതി ദൃശ്യങ്ങളും അതിനെ പുറത്തുള്ള കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. രാധയും കൃഷ്ണനും നിൽക്കുന്ന ഈ പ്രതിമ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുക. ഇത് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ഹാളിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങളുണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു പ്രത്യേക ശൈലിയിലാണ്. ഈ പ്രകൃതി ഭംഗിക്ക് അനുസരിച്ച തരത്തിലുള്ള ഡിസൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ നല്ല ഉയരം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഉയർന്ന ഒരു മതിൽ പോലെ ഉണ്ട്. ഈ മലയുടെ ഇടയിലൂടെ വരുന്നൊരു പോലുള്ള ഫീലിംഗാണ് കേട്ടോ നമുക്ക് തോന്നിക്കുക. അപ്പോൾ ഈ ബോഗൺവില്ലയൊക്കെ ആ ഒരു മതിൽ നിറയെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആ പൂക്കളൊക്കെ ചാഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ പൂക്കളുടെ ഒരു ഭയങ്കരമായ ഒരു ആസ്വാദ്യതയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. കുറ്റിച്ചെടികളും വള്ളികളായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ബിൽഡിങ്ങിൻ്റെ സൈഡ് ഭാഗത്തു കൂടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 മണിക്കായിരുന്നു വിവാഹത്തിൻ്റെ മുഹൂർത്തം. ഞങ്ങൾ 10 മണി ആകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളെയും എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വന്നത്. മറ്റേ കല്യാണം ആയി കഴിയുമ്പോൾ എല്ലാവർക്കും തിരക്കാവും. പിന്നെ ഒരുപാട് ആളുകളൊക്കെ വന്ന് ചേർന്നതിന് ശേഷം നമുക്ക് എല്ലാവരെയും ഒന്നും കാണാൻ സാധിക്കില്ല. നമ്മുടെ ഏറ്റവും അടുത്ത
ബന്ധു എന്ന് പറയാം, ഉണ്ണേട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ നേരത്തെ വരണം, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് നമുക്ക് അവരോട് സംസാരിക്കാനും ഇങ്ങോട്ട് കണ്ടാലും നമുക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് കണ്ടാലും നമുക്ക് കൂടുതൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ എത്തി എല്ലാവരും കണ്ട് സംസാരിച്ചു. അത് ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നും കേട്ടോ. നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ എപ്പോഴെങ്കിലും അല്ലേ കാണാൻ കിട്ടുള്ളൂ. എല്ലാവരും അവരുടേതായ തിരക്കുകളിലായിരിക്കും, എല്ലാവരും ജോലിയായിട്ട് ഓരോരോ സ്ഥലങ്ങളിലൊക്കെയാണ്. നാട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഇടയ്ക്കെങ്കിലും എല്ലാവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എല്ലാവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും പിന്നെ കുറേ ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെ അവിടെയൊക്കെയാണ് കുറേ പേര് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഈ ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കാറ്. അതുകൊണ്ട് എല്ലാവരും കണ്ടു സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവരും ഇത് തന്നെയാണ് പറയണത്, എന്നാലും ഒന്ന് കാണാൻ പറ്റിയല്ലോ, ഭയങ്കര സന്തോഷം എന്നാണ് എല്ലാവരും പറയണത്. മാനേജ്മെൻറ്റ് കമ്പനിയാണ് കേട്ടോ വിവാഹത്തിൻ്റെ നടത്തിപ്പ്. കോഴിക്കോട് തന്നെയുള്ള ഒരു പാർട്ടിയാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാം അവർ അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഹെറിറ്റേജിൽ വിവാഹം ആവുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഭംഗി എന്തായാലും ഫീൽ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സ്ഥലവും ഇവിടുത്തെ കാഴ്ചകളും ഈ ഡെക്കറേഷൻസും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഇവിടേക്കുള്ള ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഒന്നുകൂടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. വണ്ടി പാർക്കിങ്ങിൻ്റെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ണേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഉണ്ണേട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ രാമനാട്ടുകര തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ, കല്യാണത്തിന് വരുമ്പോൾ എൻ്റെ വീട്ടിലും കൂടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഇവിടെ ഈ കാണുന്നത്. നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഡിസൈൻ തന്നെ നോക്കൂ, ഒരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്യണില്ലേ? ഈ ആംബിയൻസിന് അനുസരിച്ച രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രത്യേകതയുള്ള സംഭവങ്ങളല്ലേ നമ്മൾ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പകർത്തേണ്ടത്. എപ്പോഴും എല്ലായിടത്തും കാണുന്ന എല്ലാതും ഒരുപോലെയൊന്നും ആവില്ല. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്ന സംഭവങ്ങൾ കൂടുതൽ നമ്മൾ പകർത്തിയിട്ടുണ്ട് കേട്ടോ. കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു.
അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉണ്ണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പം ഇപ്പോൾ സമയം 6 മണിയാവാനായിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ രാവിലെ 6 മണിക്ക് പോയി വൈകിട്ട് 6 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു, അതിഗംഭീരമായിരുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.